അപ്പോൾ എപ്പോൾ നമ്മൾ ഈ പിൻട്രസ്റ്റും യൂട്യൂബും നോക്കിയിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്ന് എനിക്ക് അറിയുന്ന ഒരു ക്രാഫ്റ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊരു 5th പഠിക്കുമ്പോൾ മാറ്റം തുടങ്ങിയതാ ഈ ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാൻ. പിന്നെ ഏകദേശം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നാണ് എൻ്റെ ഒരു ഇത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോൾസ് എല്ലാം നല്ലപോലെ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതേപോലെ നല്ല കറക്റ്റ് ആയിട്ട് മടക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ കണ്ട പോലെ നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ഈ ഫോൾസ് എല്ലാം മടക്കി കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിന്റെ ചിറകുകളെല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കേർവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെയും താഴെയും ഞാനത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന്റെ ചിറകുകൾ കാണാൻ. കളർ അടിക്കാൻ നല്ല മടിയായതുകൊണ്ടും എനിക്ക് കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ വിടുന്നു. അപ്പോൾ ഇത് പറക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ട കമന്റ്സിൽ പറയാനും മറക്കണ്ട. അപ്പോൾ എപ്പോൾ നമ്മൾ ഈ പിൻട്രസ്റ്റും യൂട്യൂബും നോക്കിയിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഇന്ന് എനിക്ക് അറിയുന്ന ഒരു ക്രാഫ്റ്റ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊരു 5th പഠിക്കുമ്പോൾ മാറ്റം തുടങ്ങിയതാ ഈ ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാൻ. പിന്നെ ഏകദേശം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നാണ് എൻ്റെ ഒരു ഇത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോൾസ് എല്ലാം നല്ലപോലെ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതേപോലെ നല്ല കറക്റ്റ് ആയിട്ട് മടക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ കണ്ട പോലെ നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ഈ ഫോൾസ് എല്ലാം മടക്കി കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിന്റെ ചിറകുകളെല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കേർവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെയും താഴെയും ഞാനത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന്റെ ചിറകുകൾ കാണാൻ. കളർ അടിക്കാൻ നല്ല മടിയായതുകൊണ്ടും എനിക്ക് കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ വിടുന്നു. അപ്പോൾ ഇത് പറക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ട കമന്റ്സിൽ പറയാനും മറക്കണ്ട.